രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ലീക്കായി. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം നടത്താനിരുന്ന പ്രസംഗമാണ് ലീക്കായത്. ആ പ്രസംഗത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വളരെ താഴ്ന്നിരുന്ന് എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നലെ. യഥാർത്ഥത്തിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ പ്രസംഗത്തിലേക്കാണ് പോകുന്നത്. അത് കാണാൻ കഴിയുമെന്ന് എന്നറിയില്ല. യെസ്, കേരള നിയമസഭ 16 സെപ്റ്റംബർ 2025 തയ്യാറാക്കിയത് മോഹൻദാസ് ടീം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കായി നിയമസഭയ്ക്ക് പൊതുജനത്തിന് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രസംഗം വായിക്കാം, അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെന്നുള്ളത്. അതിനുശേഷം നമുക്കതിനെ എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ 25 ദിവസം. ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാട് മാറ്റി, തിരിച്ചറിവുകൾ തന്നു. നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാനൊരു ഉറപ്പ് തരട്ടെ, ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ സ്വകാര്യത, വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. അടുത്ത പാരഗ്രാഫ്. എന്നോട് യാതൊരു ഇഷ്ടവും ഇല്ലാത്ത ശ്രീ പിണറായിയുടെ സർക്കാർ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അവർ അന്വേഷിക്കട്ടെ. നമ്മുടെ നിയമ സംവിധാനം, കോടതികൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾ വേട്ടയാടലുകളെ പ്രതിരോധിക്കും, അനീതിയെ എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ തിരിച്ചുവരവ്. സാധാരണ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം എനിക്ക് നൽകിയ വലിയ പിന്തുണ, ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന, സഹോദരങ്ങളുടെ പിന്തുണ കാരണമാണ് ഞാൻ തിരിച്ചു വന്നത്. നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളടക്കം ഒരുപാട് പേർ, നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി രാഹുലിന് വേണ്ടി ശക്തമായി പോരാടി. അങ്ങനെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഈ അവസരത്തിൽ എന്റെ പുതിയ തിരിച്ചറിവുകളും എനിക്ക് പറ്റിയ ചില തെറ്റുകളും ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചിലർ സംശയിക്കാം, എനിക്കെതിരെ ഇങ്ങനെ ഒരു സോകോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന്. നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട, അതുകൊണ്ട് തന്നെയാണ്. ഒന്നുകൂടെ പറയാം, എനിക്കെതിരെ ഇങ്ങനെ ഒരു സോകോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കാം. നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കെതിരെ വന്ന പ്രൊപ്പഗാൻഡ, വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ തിരിച്ചറിവുകൾ വന്നത്. ആ തിരിച്ചറിവുകൾ പുസ്തകങ്ങൾ വായിച്ചോ അക്കാഡമിക് പഠനത്തിലൂടെയോ മാധ്യമ സംവാദങ്ങളിലൂടെയോ കിട്ടിയതല്ല. ജീവിതമെന്ന മഹാഗുരു എന്നെ പഠിപ്പിച്ചതാണ്. ആ തിരിച്ചറിവിന്റെ ഭാഗമായി 2 പേരോട് എനിക്ക് ക്ഷമ പറയാനുണ്ട്. അതിൽ ആദ്യത്തേത്